തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ നിയമസഭാ മണ്ഡലം വല്ലാതെ വീർപ്പുമുട്ടുകയാണ്. ബി.ജെ.പിയുടെ അഭൂതപൂർവമായ വളർച്ചയിൽ ഇടതുപക്ഷത്തിന് വലിയ ആശങ്കയാണ് അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്നത്. പോകുന്നത് മുഴുവൻ CPM-ന്റെ വോട്ടുകളാണ് എന്ന് വ്യക്തമാകുന്നു. UDF-ലാണെങ്കിൽ മുസ്ലിം ലീഗിനാണ് ആ സീറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 20 വർഷമായി മുസ്ലിം ലീഗ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ക്ഷേത്രനഗരമായ ഗുരുവായൂർ. PKK ബാവയും സാദിഖ് അലിയും KNA ഖാദറും ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ പ്രമുഖരെല്ലാം പരാജയപ്പെട്ട സ്ഥിതിക്ക് ഗുരുവായൂർ മണ്ഡലം ഇനി കിട്ടാക്കനിയാണെന്ന് മുസ്ലിം ലീഗും തിരിച്ചറിയുകയാണ്. സത്യത്തിൽ ആകെയുള്ള ജനസംഖ്യയുടെ 51% ഹിന്ദുക്കളും 43.5% മുസ്ലിങ്ങളും 5%-ലധികം ക്രൈസ്തവരുമാണ് ഗുരുവായൂരിൽ ഉള്ളത്. മുസ്ലിം ജനവിഭാഗങ്ങൾ വലിയൊരു ശതമാനം ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റെടുത്ത സീറ്റിൽ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെയാണ് CPM-ഉം നിർത്തുന്നത്. അങ്ങനെയാണ് 3 തവണയായി അബ്ദുൾ ഖാദറും ഇപ്പോൾ അക്ബറും അവിടെ ജയിച്ചു വന്നത്. ഇതെല്ലാം കൊണ്ട് മുസ്ലിം ലീഗ് ഗുരുവായൂർ കോൺഗ്രസിന് നൽകാൻ താല്പര്യപ്പെടുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അത് മറ്റാർക്കുമല്ല, K മുരളീധരനാണെങ്കിൽ മാത്രം. അതിന് കാരണമുണ്ട്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 6 മണ്ഡലങ്ങളിലും 2-3 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയ മുരളീധരൻ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഏറെ മുന്നിലായിരുന്നു. K മുരളീധരൻ 58,000 വോട്ടുകൾ നേടിയപ്പോൾ LDF-ലെ VS സുനിൽകുമാർ 51,500 വോട്ടുകൾ മാത്രമാണ് നേടിയത്. എന്നാൽ BJP-യുടെ സുരേഷ് ഗോപി അവിടെ 45,000-ലധികം വോട്ടുകൾ നേടി എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. അധികമായി BJP-യിലേക്ക് പോയ വോട്ടുകൾ മുഴുവനും CPM-ന്റേതാണ് എന്ന് വ്യക്തമാകുന്നു. BJP-യുടെ ചരിത്രം ഗുരുവായൂരിൽ എടുത്തു നോക്കുമ്പോൾ 2011-ൽ 9,300 വോട്ട് നേടിയ BJP 2016-ലെത്തിയപ്പോൾ 25,000-ലധികമായി വോട്ടുകൾ വർദ്ധിപ്പിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എങ്കിലും 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സുരേഷ് ഗോപിക്ക് കിട്ടിയത് 45,048 വോട്ടുകളാണ്. സത്യത്തിൽ ഗുരുവായൂർ അന്തം വിട്ടുപോയി. മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുന്ന ഗുരുവായൂരിൽ ഹൈന്ദവ വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകുന്നു എന്ന സത്യം മനസ്സിലാക്കി തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ K മുരളീധരനെ വിളിക്കാൻ തയ്യാറായിരിക്കുന്നത്. അദ്ദേഹത്തിനാണെങ്കിൽ BJP-ക്കെതിരെയുള്ള ദൗത്യം ഏറ്റെടുക്കാൻ വലിയ ഇഷ്ടവുമാണ്. എന്നാൽ തൃശൂർ ജില്ലയിലേക്ക് അദ്ദേഹം ഇനി വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നമുക്കറിയാം, ഗുരുവായൂർ, ചാവക്കാട് മുനിസിപ്പാലിറ്റികളും എങ്ങണ്ടിയൂർ, കടപ്പുറം, ഒരുമനയൂർ, പുന്നയൂർക്കുളം, വടക്കേക്കാട് എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് ഗുരുവായൂർ നിയമസഭാ മണ്ഡലം. തുടക്കത്തിൽ കോൺഗ്രസിന്റെ കരുണാകര മേനോനൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ആ മണ്ഡലം മുസ്ലിം ലീഗിന് കൈമാറി. 1980 വരെ ലീഗിന്റെ BVS തങ്ങൾ MLA ആയ മണ്ഡലത്തിൽ പിന്നീട് PKK ബാവയും 3 തവണ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ 2006 മുതൽ ഗുരുവായൂർ LDF-ന്റെ ഉറച്ച മണ്ഡലമായി മാറി. അവിടെ നിന്നാണ് ഇപ്പോൾ BJP-യിലേക്ക് വോട്ടൊഴുകാൻ തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ആര് ജയിച്ചാലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് ഇരു മുന്നണികളും പ്രാധാന്യം നൽകുന്നു എന്ന BJP-യുടെ പ്രചരണം അവിടെ വിജയിക്കുന്ന തരത്തിൽ BJP-ക്ക് വോട്ടുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ക്ഷേത്രനഗരത്തെ അക്ഷരാർത്ഥത്തിൽ ആശങ്കപ്പെടുത്തുകയാണ്. അതിന് തടയിടാനാണ് സാക്ഷാൽ ലീഡറുടെ മകനെ ഗുരുവായൂരിലെത്തിക്കാൻ മുസ്ലിം ലീഗും UDF-ഉം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ആ സാഹചര്യത്തിൽ ഗുരുവായൂരിലെ ലോകസഭയിൽ കണ്ട മുരളീധരന്റെ പ്രകടനം അത് ഗുരുവായൂർ പിടിക്കാൻ കഴിയുന്ന UDF-ലെ ഏക സ്ഥാനാർത്ഥി മുരളീധരനാണ് എന്ന ചിന്തയും പാർട്ടിയിലും മുന്നണിയിലും വളർന്നു വന്നിരിക്കുന്നു. ഇതാണ് സത്യം. എന്നാൽ K മുരളീധരൻ തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് മണ്ഡലം, അദ്ദേഹത്തിന്റെ പഴയ മണ്ഡലത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നത് ഇനി വടക്കോട്ട് വരാൻ അദ്ദേഹം വിസമ്മതിക്കുമോ, തയ്യാറാകുമോ എന്നതും ഒരു പ്രശ്നമായി നിൽക്കുന്നു.